ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലവബിൾ സൈക്കോ. എൻ്റെ പേര് റിഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന് മുന്നേ എൻ്റെ സൂപ്പർ ഫ്രണ്ട്ലി ഡിസ്ക്ലെയിമർ പറയാം. എൻ്റെ ഡിസ്ക്ലെയിമർ ഇച്ചിരി ലെങ്തിയാണ്, സോ ഫീൽ ഫ്രീ ടു സ്കിപ്പ് ഇറ്റ് ആൻഡ് ജംപ് സ്ട്രേറ്റ് ടു ദ മെയിൻ ടോപ്പിക് ഇഫ് യു വാണ്ട് ടു. ഞാനൊരു പ്രൊഫഷണൽ യൂട്യൂബറോ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല. മോണിറ്റൈസേഷൻ, ലൈക്ക്, സബ്സ്ക്രിപ്ഷൻ ഒന്നിനും വേണ്ടിയല്ല ഈ വീഡിയോസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് മൈ വീഡിയോസ് ആർ യൂഷ്വലി ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ്, intentionally kept brief because I feel it's better to discuss about one topic at a time and give it the attention it deserves. Everything I share here comes from my own job search, my own experiences, observations, mistakes, lessons and insights. My hope is simply that something I learned along the way might be useful to someone else on their journey. വീഡിയോ കാണുമ്പോൾ വിഷ്വൽസും കൂടി ഫോളോ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം പല സമയത്തും വിഷ്വൽ കൺസെപ്റ്റ്സ് കുറച്ചുകൂടി നന്നായി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. And I always want to say this: take what helps you, ignore what doesn't, and always follow what suits your path. I am not claiming to have all the answers. Every job search journey is different, every person is different, and every situation is different. These are simply thoughts, experiences, and insights shared with a genuine intention that they may help someone move one step closer to their goal. So, if anyone wants to get in touch, and the email is writetourish.nz@gmail.com. I'll be more than happy to help when I have a moment. So feel free to reach out whenever you want. So അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റാർ ബേസ്ഡ് ക്വസ്റ്റൻ ആണ്, വാട്ട് ഇസ് എ പ്രൊഫഷണൽ ഫെയിലിയർ ദാറ്റ് യു ലേൺ ഫ്രം. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റൻ ഒരു എംപ്ലോയർ അല്ലെങ്കിൽ ഒരു ഹയറിംഗ് മാനേജർ നമ്മളോട് ചോദിക്കുമ്പോഴത്തേനും വാട്ട് ദേ ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ഹൗ ഡു യു റെസ്പോണ്ട് വെൻ തിങ്സ് ഡോണ്ട് ഗോ അക്കോർഡിംഗ് ടു പ്ലാൻ. ഡു യു ടേക്ക് അക്കൗണ്ടബിലിറ്റി ഫോർ യുവർ മിസ്റ്റേക്സ്? Will you stay calm under pressure? How you learn and improve from your setbacks? Can you turn your difficult experience into future success? So employers know that people make mistakes. What really matters to them is what do you do when mistakes happen? So ഒരു സ്ട്രോങ് ആൻസർ നമ്മൾ ആൻസർ ചെയ്യുമ്പോഴത്തേന് we should say a genuine professional setback or failure. ആ ഫെയിലിയറിൽ നമ്മളെടുത്ത ഓണർഷിപ്പിനെ അക്കൗണ്ടബിലിറ്റിനെ പറ്റി നമ്മൾ സംസാരിക്കണം. ദെൻ ക്ലിയർ ആക്ഷൻസ് ടേക്കൺ ടു ഫിക്സ് ദ സിറ്റുവേഷൻസ്, ലൈക്ക് നമ്മൾ എന്ത് ആക്ഷനാണ് അവിടെ ചെയ്തത്, ആ സിറ്റുവേഷൻ ഫിക്സ് ചെയ്യാൻ നോക്കിയെന്ന് നമ്മൾ പറയണം. ദെൻ ലെസൺസ് ലേൺഡ് ഫ്രം ദ എക്സ്പീരിയൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റ്സ് ദാറ്റ് യു മെയ്ഡ് ആഫ്റ്റർവേർഡ്സ് ടു അവോയ്ഡ് ഗോയിങ് ഇൻ ടു സച്ച് ഫെയിലിയേഴ്സ്. ആൻഡ് ഫൈനലി യു ഷുഡ് സേ എ പോസിറ്റീവ് ഔട്ട്കം ഓർ എ ഗ്രോത്ത് സ്റ്റോറി. The best answers for this question are always honest, reflective and focused on improvement rather than blame. So ഞാൻ ഈ ക്വസ്റ്റൻ ആൻസർ ചെയ്തിരിക്കുന്നത് ഒരു ലോജിസ്റ്റിക്സ് സ്പെഷ്യലിസ്റ്റിന്റെ വിത്ത് റെസ്പെക്ട് ടു എ ലോജിസ്റ്റിക്സ് സ്പെഷ്യലിസ്റ്റിലാണ് ഞാൻ ഈ ക്വസ്റ്റൻ ആൻസർ ചെയ്തിരിക്കുന്നത്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദ വിഷ്വൽസ്, എ ഫ്യൂ ഇയേഴ്സ് എഗോ ഐ വാസ് ഇൻവോൾവ്ഡ് ഇൻ മാനേജിംഗ് ഇൻവെന്ററി പ്ലാനിംഗ് ഫോർ എ ഹൈ ഡിമാൻഡ് പ്രോഡക്റ്റ് ലൈൻ ഡ്യൂറിംഗ് എ പർട്ടിക്കുലർ ബിസി പീരീഡ്. So, ഈ പീരീഡിൽ ഡിമാൻഡ് ഇൻക്രീസ് മച്ച് ഫാസ്റ്റർ ദാൻ വി ഹാഡ് ഫോർകാസ്റ്റഡ് ആൻഡ് അറ്റ് ദ സെയിം ടൈം വൺ ഓഫ് അവർ കീ സപ്ലയേഴ്സ് എക്സ്പീരിയൻസ് ഷിപ്പിംഗ് ഡിലേസ്. അപ്പം ഇത് കാരണം എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഫേസ്ഡ് എ സ്റ്റോക്ക് ഷോർട്ടേജ് ദാറ്റ് അഫക്റ്റഡ് അവർ എബിലിറ്റി ടു മീറ്റ് കസ്റ്റമർ ഡിമാൻഡ്. സോ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ലോജിസ്റ്റിക്സ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഒരിടത്ത് വർക്ക് ചെയ്യുന്നു ആൻഡ് ഐ എം മാനേജിങ് ഇൻവെന്ററി. അപ്പം ഞാനൊരു ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ലൈനാണ് വർക്ക് ചെയ്യുന്നത്. പെട്ടെന്ന് ഡിമാൻഡ് അങ്ങ് കൂടി ആൻഡ് ഏതോ ഒരു സപ്ലയറിന് അൺഎക്സ്പെക്ടഡ് ഷിപ്പിംഗ് ഡിലേ ഉണ്ടായി. അത് കാരണം നമുക്ക് ഷോർട്ടേജ് വന്നു. അപ്പൊ ഇനി എന്റെ ടാസ്ക് എന്തായിരുന്നു? മൈ റെസ്പോൺസിബിലിറ്റി വാസ് ടു എൻഷുവർ സഫിഷ്യന്റ് ഇൻവെന്ററി അവൈലബിലിറ്റി, ഓൺ ടൈം ഡെലിവറീസ് ആൻഡ് മിനിമൽ ഡിസ്റപ്ഷൻ ടു കസ്റ്റമർ ഓർഡേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ്. സോ ഞാൻ എന്ത് ആക്ഷൻസ് എടുത്തു? I worked with suppliers, warehouse and operations teams to prioritize urgent deliveries and redistribute available stock. ഞാൻ സപ്ലയേഴ്സിനടുത്തും വെയർഹൗസിനടുത്തും ഓപ്പറേഷൻ ടീമുമായിട്ടൊക്കെ വർക്ക് ചെയ്ത് ഞാൻ എൻ്റെ പ്രയോറിറ്റി റീസെറ്റ് ചെയ്തു. ഐ കമ്മ്യൂണിക്കേറ്റഡ് റിയലിസ്റ്റിക് ടൈം ലൈൻസ് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്. ഹോണസ്റ്റ് ആയിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ ഡിലേ കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയുള്ള ഒരു ടൈം ലൈൻ ഞാൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും കസ്റ്റമേഴ്സിനും കൊടുത്തു. ദെൻ ഐ റിവ്യൂഡ് ദ റൂട്ട് കോസ് ആൻഡ് ഐഡന്റിഫൈഡ് ഗ്യാപ്സ് ഇൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് സപ്ലയർ റിസ്ക് അസസ്മെന്റ്. സോ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ദർ മൈറ്റ് ബി എ റൂട്ട് കോസ്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാലല്ലേ നെക്സ്റ്റ് ടൈം നമുക്ക് ഈ പ്രോബ്ലം മേക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തുള്ളൂ. സോ ഐ റിവ്യൂഡ് ദ റൂട്ട് കോസ് ആൻഡ് ഐഡന്റിഫൈഡ് ദ ഗ്യാപ്സ്. ഞാൻ ഫോർകാസ്റ്റിംഗിൽ മേക്ക് ചെയ്തൊരു ഗ്യാപ്പ് കാരണമാണ്, അല്ലെങ്കിൽ സപ്ലയറിന്റെ റിസ്ക് അസസ്മെന്റ് പ്രോപ്പർലി മേക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായെന്ന് ഞാൻ ഫൈൻഡ് ചെയ്തു.
and I introduced buffer stock, improved demand reviews, supplier monitoring and escalation plan. So ഞാൻ ഇങ്ങനെ കുറേ ആക്ഷൻസ് മേക്ക് ചെയ്തു ടു സോൾവ് ദിസ് പ്രോബ്ലം. സോ ഇത് കാരണം ഉണ്ടായ റിസൾട്ട് എന്തൊക്കെയാണ്? വാട്ട് ഹാപ്പൻ വാസ് ലൈക്ക് the supply situation stabilized and the customer orders were fulfilled. More importantly, our planning process became much stronger. Future forecasting നല്ലപോലെ ഇംപ്രൂവ്ഡ് ആയി, സപ്ലയർ വിസിബിലിറ്റി കൂടി, ആൻഡ് വി സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ് ദ ലൈക്ലിഹുഡ് ഓഫ് സിമിലർ ഷോർട്ടേജസ് ഒക്കറിങ് അഗെയിൻ. സോ ഈ എക്സ്പീരിയൻസ് ഹെൽപ്ഡ് അവർ ടീം ടു ബിക്കം മോർ പ്രൊആക്റ്റീവ് ആൻഡ് റെസിലിയൻറ്റ്. സോ ഇതിൽ നിന്ന് ഞാൻ പഠിച്ച എൻ്റെ ലേണിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫെയിലിയേഴ്സ് ആർ ഓഫൺ ഓപ്പർച്യൂണിറ്റീസ് ടു ഇംപ്രൂവ് സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സസ്. I learned that reacting quickly is important, but learning from the root cause is even more valuable. I also realized that transparent communication during difficult situations builds trust, even when the news isn't ideal. More importantly, I also learned that no plan is perfect, but good planning includes preparing for risks and having contingency options ready. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഫെയിലിയേഴ്സ് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ടു ഇംപ്രൂവ് സിസ്റ്റംസ് ആൻഡ് പ്രോസസ്. പിന്നെ ഞാൻ മനസ്സിലാക്കി റിയാക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് ഫൈൻഡ് ചെയ്യേണ്ടതെന്നും, പിന്നെ ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഹോണസ്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു വാല്യൂ ഞാൻ മനസ്സിലാക്കി. ആൻഡ് ഫൈനലി എനിക്ക് മനസ്സിലായി, ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ കണ്ടിജൻസി പ്ലാൻസ് ഉണ്ടാവണം ഇതുപോലുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴെന്ന്. സോ ദിസ് ആൻസർ ഇസ് വെരി ഐഡിയൽ ബിക്കോസ് ഇറ്റ് ഡെമോൺസ്ട്രേറ്റ്സ് തിങ്സ് ലൈക്ക് അക്കൗണ്ടബിലിറ്റി, പ്രോബ്ലം സോൾവിംഗ്, റെസിലിയൻസ് അണ്ടർ പ്രഷർ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, ലേണിംഗ് മൈൻഡ് സെറ്റ് ആൻഡ് ബിസിനസ് അവയർനെസ്. സോ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റൻ ആൻസർ ചെയ്യുമ്പോഴത്തേന് ഈ രീതിയിൽ വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. ലൈക്ക് ഇറ്റ് നീഡ്സ് ടു ഷോക്കേസ് ദീസ് ക്വാളിറ്റീസ് ദാറ്റ് ഐ ജസ്റ്റ് എക്സ്പ്ലെയിൻ നൗ. സോ സാധാരണ കാൻഡിഡേറ്റ്സ് മേക്ക് ചെയ്യുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കാൻഡിഡേറ്റ്സ് പറയും ഞാൻ ഒരിക്കലും ഫെയിൽ ചെയ്തിട്ടില്ല, എനിക്ക് പ്രൊഫഷണലി ഫെയിലിയർ ഉണ്ടായിട്ടില്ല. മേ ബി അത് ട്രൂ ആയിരിക്കാം, ബട്ട് സ്റ്റിൽ അത് പറയുമ്പോഴത്തേനും നമ്മൾ കുറച്ചുകൂടെ അസേർട്ടീവ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾ കള്ളം പറയാണെന്ന് വിചാരിക്കും. പിന്നെ ചില കേസസിൽ പ്രൊഫഷണൽ ഫെയിലിയർ ഉണ്ടായപ്പോഴത്തേനും അത് എൻ്റെ കൊളീഗ് കാരണമാണ്, മാനേജർ കാരണമാണെന്നൊക്കെ ഉള്ള ബ്ലെയിം ഗെയിം ഞാൻ യൂഷ്വലി പറയാറുള്ള പോലെ. പിന്നെ സ്പെൻഡിങ് ടു മച്ച് ടൈം ഡിസ്ക്രൈബിംഗ് ദ പ്രോബ്ലം ആൻഡ് നോട്ട് എക്സ്പ്ലെയിനിങ് ദ ഇമ്പാക്ട്, നോട്ട് എക്സ്പ്ലെയിനിങ് വാട്ട് വി ഹാവ് ലേൺഡ് ഔട്ട് ഓഫ് ഇറ്റ്, ആൻഡ് ചൂസിങ് എ ഫെയിലിയർ ദാറ്റ് ഷോസ് പുവർ ജഡ്ജ്മെന്റ്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് മേക്ക് ചെയ്യുന്ന മിസ്റ്റേക്ക്. സോ ഞാൻ ഇപ്പൊ തന്ന എക്സാമ്പിൾ വെച്ച് യു ക്യാൻ ഫോർമുലേറ്റ് എ സിമിലർ സ്റ്റാർ സ്റ്റോറി ഫോർ യു. സോ ഏറ്റവും നല്ല അപ്രോച്ച് എപ്പോഴും ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്ലയർ ആണ് ആ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയുന്നതിനെക്കാട്ടിലും ബെറ്റർ ഞാൻ എൻ്റെ കൺട്രോളിലുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നു, ഞാൻ ഇംപ്രൂവ് ചെയ്യുന്നു, അത് കാരണം ഞാൻ ഫോർകാസ്റ്റിംഗും റിസ്ക് മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യുന്നു പറയുന്നതാണ് ഏറ്റവും അടിപൊളി. ശരിയല്ലേ? നമ്മൾ എവൻച്വലി റെക്കോർഡ് ആവും ഞാൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടെന്ന് പറയുന്നതിനെക്കാട്ടിലും എപ്പോഴും ബെറ്റർ ലൈക്ക് വി ഇംപ്രൂവ്ഡ് അവർ പ്രോസസ്സസ് ആൻഡ് റെഡ്യൂസ് ദ ലൈക്ലിഹുഡ് ഓഫ് സിമിലർ ഇഷ്യൂസ് ഹാപ്പനിങ് അഗെയിൻ. സോ New Zealand employers value accountability, practical problem solving, humility, collaboration and continuous improvement. A candidate who says like, I made a mistake, learned from it, improved the process and helped prevent it from happening again will usually make a much stronger impression than someone who tries to prove they have never failed. So ന്യൂസിലൻഡ് ഇന്റർവ്യൂസിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ they look forward for things where നമ്മുടെ ആൻസേഴ്സിൻ്റെ അകത്ത് ഇതുപോലുള്ള ക്വാളിറ്റീസ് എല്ലാം ഹിഡൻ ആണോ എന്ന് അവർ നമ്മളിൽ നിന്ന് നല്ലപോലെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഈ സ്റ്റാർ ബേസ്ഡ് ഇന്റർവ്യൂസിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ക്വസ്റ്റൻ ആൻസർ ചെയ്യുമ്പോഴത്തേന് ഹിഡൻ ആയിട്ട് നമ്മുടെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് അതിൽ നിന്ന് നമുക്ക് ഡെപിക്ട് ചെയ്യാൻ പറ്റും. സാധാരണ ഒരു യെസ് നോ ക്വസ്റ്റ്യൻ പോലെയല്ല ഇത്. നമ്മൾ ആ സിറ്റുവേഷനിൽ നമ്മളെടുത്ത പേഴ്സണൽ ബിഹേവിയർ, ആ സമയത്ത് നമ്മൾ കാണിച്ച പ്രൊഫഷണൽ ബിഹേവിയർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്റ്റാർ ബേസ്ഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റും. സോ ദ ബോട്ടം ലൈൻ ഇസ് പ്രൊഫഷണൽ ഫെയിലിയേഴ്സ് ഹാപ്പൻ ടു എവ്രി വൺ. വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ് ഇസ് ടേക്കിംഗ് ഓണർഷിപ്പ്, staying solution focused, learning from the experience, improving the process and turning setbacks into ഫ്യൂച്ചർ സക്സസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇസ് ദാറ്റ് നമുക്കൊരു ഫെയിലിയർ ഉണ്ടാക്കിയപ്പോഴത്തേന് ആ സെറ്റ് ബാക്കിനെ നമ്മൾ എങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റിയെന്നും പിന്നെ അത് സക്സസ് ആക്കി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് എംപ്ലോയേഴ്സ് ആർ ഇൻ ലുക്കിംഗ് ഫോർ പെർഫെക്ഷൻ, ദേ ആർ ലുക്കിംഗ് ഫോർ പീപ്പിൾ ഹു ക്യാൻ ലേൺ, അഡാപ്റ്റ് ആൻഡ് കം ബാക്ക് സ്ട്രോങ്ങർ. സോ ഈ ക്വസ്റ്റ്യൻ
is very similar. In similar lines, I can tell about my mistake. I can tell about a time that the system has failed. ഇതെല്ലാം കുറച്ച് സിമിലർ ആണ്. ഞാൻ ഇതിനെല്ലാം പല പല എക്സാമ്പിൾസ് എന്ന രീതിയിൽ ആൻസർ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് അങ്ങനെ ഞാൻ ആൻസർ ചെയ്യുമ്പോഴത്തേനും നിങ്ങളുടെ പെർസ്പെക്റ്റീവ് കുറച്ചുകൂടെ വൈഡ് ആവും. ലൈക്ക് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഈ ക്വസ്റ്റിനെ ഫോമുലേറ്റ് ചെയ്ത് ആൻസർ ചെയ്യണമെന്ന് മനസ്സിലാവും. നമ്മുടെ എല്ലാ സിറ്റുവേഷൻസിൽ, നമ്മുടെ എല്ലാ കരിയറിലും ഇതുപോലുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. നമുക്ക് അക്കാഡമിക്കലി ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ഒരു പ്രോബ്ലത്തെ പറ്റി വേണം നമുക്ക് സംസാരിക്കാം, നമുക്ക് ഒരു കരിയർ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ. സോ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള പോസിബിലിറ്റി, ലൈക്ക് എ മിസ്റ്റേക്ക്, ഫെയിലിയർ ഇൻ സിസ്റ്റം, ഫെയിലിയർ ഇൻ യു, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള പോസിബിലിറ്റി ഭയങ്കര ഹൈ ആണ്. സോ ഹാവ് ആസ് മെനി ആൻസേഴ്സ് ആസ് പോസിബിൾ ആൻഡ് കീപ് ഇറ്റ് ഫോമുലേറ്റഡ് ഇൻ യുവർ സ്റ്റാർ സ്റ്റോറി ബാങ്ക്. സോ ഇത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ദിസ് ഇസ് ഇറ്റ്. താങ്ക് യു. ഹോപ്പ് ദിസ് ഹെൽപ്സ്. Small steps, big wins.